നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കീറ്റിക്കൽ. നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സെയിൽ പോസ്റ്റുകളാണിത്. ഈ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ ആടുകളും നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഫസ്റ്റ് കാണിക്കുന്ന ആടും 2 കുട്ടികളും, ഒരു മെയില് ഒരു ഫീമെയില്. ഇത് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില 21,800 രൂപ. ഇതിനെ വേണ്ടവർ 9567859612 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്മളുടെ ഗ്രൂപ്പിൽ കുറേ വീഡിയോസ് ഒന്നും വരുന്നുണ്ട്. എല്ലാ വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് ഏതൊരു ആടിനെ വാങ്ങിയാലും അല്ലെങ്കിൽ പശുവിനെ ആടിനെയോ ഏതിനെ ഈ യൂട്യൂബ് ലിങ്ക് വഴി വാങ്ങിയാലും അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങാം. പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം വാങ്ങാം കേട്ടോ. നമ്മളെ ഗ്രൂപ്പിൽ കച്ചവടക്കാരും ഉണ്ട്, കർഷകരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആടിനെ വാങ്ങാൻ പോകുമ്പോൾ നല്ല ആട് കർഷകരെ കൊണ്ടുപോവുക. അത് പശുവിനെ വാങ്ങാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ വളർത്തി പരിചയമുള്ള ആളുകളെ കൂടെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം വാങ്ങുക, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങുക കേട്ടോ. പിന്നെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നത് പോലെ ക്വാറൻറ്റൈൻ ചെയ്യാൻ മറക്കരുത്. ബാഹ്യപരാധങ്ങളുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ ആടുകളെ സെലക്ട് ചെയ്യുന്ന രീതി ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബ്രീഡിൽ ഉറച്ചു നിൽക്കുക, ആ ബ്രീഡുകൾ മാത്രം വാങ്ങി വളർത്താൻ ശ്രമിക്കുക. അതേപോലെ പാലിൻ്റെ ആവശ്യത്തിനാണെങ്കിലും ഇറച്ചിയുടെ ആവശ്യത്തിനായാലും വാങ്ങുമ്പോൾ കൂടെ നല്ല വളർത്തി പരിചയമുള്ള കർഷകരെ കൊണ്ടുപോവുക. ഇപ്പോൾ ഈ ആടൊക്കെ എനിക്കിഷ്ടപ്പെട്ട ആടാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു കുറ്റവും പറയില്ല. നല്ല പാരൻറ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ആടാണ്. പിന്നെ അവർ കൊടുക്കുന്ന തീറ്റ ഏതാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീറ്റ തൽക്കാലം കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ തീറ്റയിലേക്ക് സാവധാനം മാറ്റി മാറ്റി കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 14 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അസുഖങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്താം. നല്ലൊരു ആടാണ് കേട്ടോ. സിരോഹീനെ കൊണ്ടൊക്കെ ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അടിപൊളി കുട്ടികളിറങ്ങും. ബീറ്റലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടികളിറങ്ങും. പിന്നെ നമ്മൾ ആടുകളെ ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ശരീരഘടന നോക്കിയിട്ട് ഏതാടിനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചാലാണ് നല്ല കുട്ടികളിറങ്ങുക എന്ന് നോക്കിയിട്ട് മാത്രം ക്രോസ് ചെയ്യിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുട്ടികളിറങ്ങുമ്പോൾ അതേ ഒരു നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് ജസ്റ്റ് ഒന്ന് പേരും സ്ഥലവും പറയുക. അപ്പോൾ ബാക്കിയുള്ള കർഷകർക്ക് നിങ്ങളുടെ പേര് സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന നല്ല പാലുള്ള ആടും 2 മാസം പ്രായമായ 2 പെടക്കുട്ടികളും, ഈ മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില 24,800 രൂപ. സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ആടും കുട്ടികളാണ്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആടിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ 6 മാസത്തിലും ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുക. ഡോക്ടറെ കാണിച്ച് വരമരുന്നൊക്കെ കൊടുക്കുക. കുട്ടികൾക്കായാലും ആടുകൾക്കായാലും വരമരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ ഡോക്ടർമാർ പറയുന്ന മിനറൽ മിക്സ്ചർ, മീനെണ്ണ, ലിവർ ടോണിക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൊടുക്കുക. നമ്മളുടെ പല ഗ്രൂപ്പുകളിലും പലതരത്തിലും അവരുടെ മീനെണ്ണയും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യണത് ഡോക്ടർമാർ പറയുന്ന മീനെണ്ണയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന പാലുള്ള ഒരാടും ഒരു മുട്ടൻകുട്ടിയും ഒരു കുട്ടിയും, ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 16,500 രൂപ. അപ്പോൾ ഞാനിത് ഈ വീഡിയോസിൽ തന്നെ 2 ആട്ടിൻകുട്ടികളെ കാണിക്കുന്നുണ്ട്. അമ്മ നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകുട്ടികളെ. ഈ ആടിനെയും കുട്ടീനെയും വാങ്ങുമ്പോൾ ആ 2 കുട്ടികളെയും കൂടി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് കൊടുത്ത് വളർത്താൻ സാധിക്കും. അത്രയധികം പാല് ഈ ആടിനുണ്ട്. അപ്പോൾ ഈ ആടിനെ വാങ്ങണവർ ആ കുട്ടീനെയും കൂടി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഈ കാണുന്ന മുട്ടൻകുട്ടി
സെയിം ഓണർ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. 7 മാസം പ്രായമായിട്ടുണ്ട്. ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ്. ഇതിനുദ്ദേശിക്കുന്ന വില 13,600 രൂപ. ഒന്നുകൂടി നമ്പർ പറയാട്ടോ, എഴുതിയെടുത്തോളൂ. 9567585962. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ ആടുകളും നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലാണ്. സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് എല്ലാ ആടുകളും നിൽക്കുന്നത്. അപ്പോൾ മുട്ടനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസിങ്ങിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ കാണുന്ന കുറച്ച് പാലുള്ള മലബാറി വർഗത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ കുട്ടികളെ പിരിച്ചാണ് കേട്ടോ. ഫസ്റ്റ് പ്രസവത്തിലെ ഫീമെയിൽ. ഇതിനുദ്ദേശിക്കുന്ന വില 7,200 രൂപ. മലപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്, സെയിം ഓണറുടെ കയ്യിൽ. പിന്നെ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് മലബാറി ആടുകളാണെങ്കിലും നമ്മൾ ആടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ തിരഞ്ഞെടുക്കുക. ഇതേപോലത്തെ ആടുകൾ കുഴപ്പമൊന്നുമില്ല, നല്ല ആടുകൾ തന്നെയാണ്. നമുക്ക് ക്വാളിറ്റിയുള്ള ആടുകൾ തിരഞ്ഞെടുക്കുക, അതിനുശേഷം നന്നായിട്ട് തീറ്റയൊക്കെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞിരുന്നു. ഇതാണ് ആ കുട്ടികൾ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആടിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളും കൂടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് പാൽ കൊടുത്ത് വളർത്താൻ സാധിക്കും. ഈ 2 മട്ടൻകുട്ടികൾ കൂടി ഉദ്ദേശിക്കുന്ന വില 4,900 രൂപ. സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ആടിനെ വാങ്ങണവർക്ക് ഈ കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പാൽ കൊടുത്ത് വളർത്താൻ സാധിക്കും. കാരണം ആ ആടിന് അത്രയധികം പാലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ആടും ഒരു കുട്ടിയും പറഞ്ഞ ആട്. നമ്മൾ അതിന് എത്ര വില പറഞ്ഞായിരുന്നു? ഒരു 16,500 രൂപ ഒരു ആടിൻ്റെയും കുട്ടിയുടെയും കാര്യം പറഞ്ഞായിരുന്നു. അതിനെ വാങ്ങുന്നവർ ഈ കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് വളർത്താൻ പറ്റുന്നുണ്ടോ. പാലുള്ള ആടുള്ള ആളുകൾ മാത്രമേ ഈ കുട്ടീനെ വാങ്ങുക. നന്നായിട്ട് പാൽ കൊടുത്ത് വളർത്തണം. 1 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അത് കെയർ ചെയ്യുക. വാങ്ങിയതിന് ശേഷം നല്ല കെയർ ചെയ്യുക. പിന്നെ ഈ കാണിക്കുന്ന വലിയൊരു ആട്, അതിൻ്റെ 2 കുട്ടികൾ. ഫസ്റ്റ് പ്രസവത്തിൽ 4 കുട്ടികളായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പ്രസവത്തിലും 4 കുട്ടികളായിരുന്നു. മുലയിൽ ചെറിയൊരു കാറ്റർക്കുണ്ട്. അടിപൊളി ഫീമെയിലും കുട്ടികളാണ് കേട്ടോ. ഇതിലൊരു മെയിലും ഒരു ഫീമെയിലും കുട്ടിയാണ് നിൽക്കുന്നത്. ഇത് 3നും കൂടി ഉദ്ദേശിക്കുന്ന വില 34,800 രൂപ. പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് മാത്രം വാങ്ങാം കേട്ടോ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളാണ് ആടുകളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമാണ് ആട് കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ആട് കൃഷി എപ്പോഴും ലാഭമാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. പക്ഷെ ലാഭമായിട്ട് വളർത്താനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം ആട് കൃഷിയിലേക്ക് ഇറങ്ങുക കേട്ടോ. ഒന്നുകൂടി നമ്പർ പറയുകയാണ്, 9567859612. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.